അന്ന് വിശുദ്ധ കുർബാന മധ്യയാണ് ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെടുന്നത്. വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് അച്ഛനിങ്ങനെ ആ തുടക്കം മുതലേ അച്ഛനൊരു ക്ഷീണമുണ്ടായിരുന്നു. ആ ക്ഷീണം വെച്ച് അച്ഛനിങ്ങനെ വിശുദ്ധ കുർബാന ചൊല്ലി കാര്യങ്ങൾ വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പോയി അച്ഛനത് ക്ഷീണമാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന പകുതിക്കാലം കഴിഞ്ഞു, പ്രധാന ഭാഗം കഴിഞ്ഞ് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്നുള്ള ആ ഭാഗം എത്തുമ്പോഴാണ് അച്ഛന് പെട്ടെന്നൊരു ക്ഷീണവും കണ്ണിനൊരു കാഴ്ചമങ്ങൽ പോലെയും ഒരു വിറയും ഒരു വേർപ്പൊക്കെ കാണുന്നത്. അന്നേരം അച്ഛൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അച്ഛൻ എന്നോട് ചോദിക്കുന്നു, ഇതെന്നാന്ന് ചോദിക്കുന്നു കൈ കൊണ്ട് കൊണ്ടി. അച്ഛൻ അങ്ങനെ മിണ്ടാൻ പറ്റുന്നില്ല. ഞാൻ അച്ഛനോട് പറയുന്നു, അച്ഛൻ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പം വളരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഈശോയുടെ തിരുമുഖമാണ് കാണാൻ സാധിച്ചത്. ഞാനത് പറഞ്ഞ അച്ഛാ ഈശോയുടെ തിരുമുഖമാണ് ഇതിനകത്ത് കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും അച്ഛനോട് ചോദിച്ചു, ഈശോയുടെ തിരുമുഖമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഈശോയുടെ തിരുമുഖമെന്ന് പറഞ്ഞു. കുറച്ച് നേരം അച്ഛൻ ഇങ്ങനെ നിന്നിട്ട് എന്ന് പറഞ്ഞു, മാറി അങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. നേരത്തെ അച്ഛൻ ഒന്ന് അസ്വസ്ഥതയായി. അച്ഛൻ അന്നേരം കണ്ണൊക്കെ തിരുമുഖം എന്നോട് പറഞ്ഞു, വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ വെള്ളം കൊണ്ട് കൊടുത്തു. വെള്ളം കൊടുത്തു കഴിഞ്ഞ് അച്ഛൻ വിശുദ്ധ കുർബാന ആ തിരുവോസ്തി അവിടെ വെച്ചിട്ട് ചെറിയ സക്രാരി തുറന്ന് ചെറിയൊരു തിരുവോസ്തി എടുത്ത് വിശുദ്ധ കുർബാനയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കി. അന്നേരം ഈ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം വളരെ ഇതായിട്ടേ കാണുന്നുള്ളൂ, സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അച്ഛൻ എന്നിട്ട് വിശുദ്ധ കുർബാനയുടെ എടുത്ത് ചെറിയൊരു തിരുവോസ്തി എടുത്ത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വിശുദ്ധ കുർബാനയുടെ ഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കി. കുർബാന സ്വീകരണത്തിന് ശേഷം അച്ഛൻ എന്നോട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ പള്ളിയിൽ വന്ന മദറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. ചോദിച്ചാൽ എന്നാൽ നമുക്ക് ഇവരെ ഇടവക്കാരെ ഈ ഇത്രയും പേരെ കാണിക്കാമല്ലേ വച്ചെന്ന്. ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പള്ളിക്കകത്ത് ഏകദേശം ഒരു 65 പേരോളം വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. അവരെ എല്ലാം കാണിച്ചു. അതിനുശേഷം വിശുദ്ധ കുർബാന സക്രാരി വെച്ച് പൂട്ടി. അന്നേരം ഈശോയുടെ തിരുമുഖം കറക്റ്റായിട്ട് തെളിയുന്നില്ലായിരുന്നു. ഈശോ അത് കഴിഞ്ഞ് സക്രാരി വെച്ച് ഒരു 8:30 അച്ഛനും ഞാനും രണ്ട് കൈക്കാരന്മാരും വന്നു. അവരെയും കൂട്ടി സക്രാരി തുറന്നു നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രക്ഷോഭമായിട്ട് വരുന്നുണ്ട്. വീണ്ടും അച്ഛൻ പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടെ നോക്കാം എന്ന് പറഞ്ഞു. ഒരു 9:30 ആയപ്പോഴത്തേനും വീണ്ടും അച്ഛനും ഞങ്ങളും കൂടെ പോയി സക്രാരി തുറന്ന് നോക്കുമ്പോഴത്തേനും നമ്മളിപ്പോൾ എങ്ങനെ കാണുന്നു അതേ രൂപത്തിൽ ഈശോയുടെ തിരുമുഖം തെളിയുന്നു. അതാണ് അന്ന് സംഭവിച്ചത്. പിന്നെ അതിനെ തുടർന്ന് ജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ 2-3 ദിവസത്തോളം വളരെ രാത്രി 1 മണി 1:30-2 മണി വരെയൊക്കെ ഈശോയുടെ തിരുമുഖം കണ്ട് ദർശിച്ചു. അതിനിടയ്ക്ക് പല ജാതി മത ഭേദമന്യേ എല്ലാവരും അയ്യപ്പന്മാർ അന്ന് ശബരിമല സീസൺ ആയതുകൊണ്ട് ഒരുപാട് അയ്യപ്പന്മാർ വന്നു ഈശോയുടെ മുഖം കണ്ടുപോയ അനുഭവം ഉണ്ടായി.